വളയഞ്ചിറക്കര മന്നം വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ചിത്ര പ്രദർശനം, അവാർഡ് ദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയാൽ റിതം 2K26 വ്യത്യസ്തമായി. മന്നം വിദ്യാഭവനിലെ 44ാമത് വാർഷികാഘോഷ പരിപാടികൾ റിതം 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ചു. പ്രേയർ ടീമിന്റെ പ്രാർത്ഥനാ ചടങ്ങുകളോടെ പരിപാടികൾ ആരംഭിച്ചു. വളയഞ്ചിറക്കര NSS കരയോഗം പ്രസിഡന്റ് CP ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക സ്മിത MR സ്വാഗതം പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് IC വിജയലക്ഷ്മി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാഷണൽ അവാർഡ് വിന്നർ JNVK ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ പഠിച്ചതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ കാലത്ത്. ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടുത്തെ സ്കൂളിലെ അന്തരീക്ഷം ശ്രദ്ധിച്ചപ്പോൾ ഒരു മോഡേൺ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വഭാവം ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നിട്ട് കൂടി വളരെ നിർബന്ധപൂർവ്വം ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചുകൊണ്ട് കുട്ടികളോട് ഇടപഴകുന്ന രീതിയിൽ നിന്നും വ്യതിചലിച്ച് അവർക്ക് മാതൃഭാഷയിൽ സംസാരിക്കുന്നതിനും കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയും ഒരു സംസ്കാരം അത് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് കയറിയപ്പോൾ ചെരുപ്പ് ഊരി കയറിയ അനുഭവം അതെന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന സംസ്കാരം കുറച്ച് കടന്നു പോകുന്നില്ലേ എന്നുള്ളത് എന്നെ എന്നും ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. കാര്യം എപ്പോഴും മത്സരമാണ്. മത്സരാധിഷ്ഠിതമായ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുക, പണമുണ്ടാക്കാനുള്ള വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുകയും സമൂഹത്തിൽ എന്തിനു വേണ്ടിയും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മക്കളെ ഒരല്പം എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചാക്യാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സംസ്കൃതം ചാക്യാർ കൂത്തിൽ അനിവാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഭാഷയും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ഹിന്ദി പഠിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് അറിവുണ്ടാവണം. പക്ഷേ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഒരു കടുംപിടുത്തം നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ സംസ്കാരത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ കണ്ടത്. ഇന്നിപ്പം അധികം നീട്ടി സംസാരിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. ഞാൻ എത്തിയ ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു. കുട്ടികളിൽ കലാഭിരുചി വളർത്തുക എന്ന ഉദ്യമത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മന്നം സ്കൂളിൻ്റെ ഭാവി നല്ല നിലയിൽ പോകാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം ഞാനിപ്പോൾ കുട്ടികളോട് സംവദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്കെല്ലാം ആഗ്രഹങ്ങളും ഉണ്ട്. അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അവർക്ക് വേണ്ട ഉത്തരങ്ങളും നൽകി കഴിഞ്ഞു. കുട്ടികൾ വരച്ച ചിത്രങ്ങൾ അടങ്ങിയ ആൽബം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ആക്ടർ വിനീത് ചാക്യാർ നിർവഹിച്ചു. പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2-3 പേജുള്ള ഒരു പ്രസംഗം എഴുതി തന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 3 പേജ് പ്രസംഗം പഠിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ഒരിക്കലും. 2ാം ദിവസം അദ്ദേഹം ഈ പ്രസംഗം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു പഠിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഒരു വിധം എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞു ഈ മേശയുടെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മേശ ഉണ്ടായിരുന്നു. ആ മേശയുടെ മുകളിൽ എന്നെ കയറ്റി നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തിനാ എന്നെ മേശയുടെ പുറത്ത് കയറ്റി നിർത്തണം, എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ മേശയുടെ പുറത്ത് കയറി നിന്നിട്ട് മാഷ് അന്ന് എന്നോട് പറഞ്ഞു ഇപ്പം നിൻ്റെ മുൻപിൽ നിൽക്കുന്നത് നീ ഒരു സ്റ്റേജിലാണ് കയറി നിൽക്കുന്നത്. 360 ഡിഗ്രി 360 നിൻ്റെ ചുറ്റും നീ നോക്കുക, മുൻപിലുള്ള എല്ലാവരെയും നോക്കുക, എല്ലാവരുടെയും കണ്ണിലേക്ക് നോക്കുക. വളരെ കോൺഫിഡൻ്റായി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അന്ന് ആ പ്രസംഗം പറയാനായിട്ട് അറിയാവുന്നത് പറയുക, എന്തൊക്കെയാണോ അറിയുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അന്ന് എന്നെക്കൊണ്ട് മാഷ് ആ പ്രസംഗം പറയിപ്പിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇന്ധനം. ഞാൻ ഇന്നും ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ മാഷിനെ ഓർക്കുന്നു. കാരണം നമ്മുടെ എല്ലാം ഭാഗ്യമാണ് അങ്ങനെയുള്ള അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത്. അതാണ് എന്നെ, ഞാനിപ്പോഴും വേദികളിൽ തന്നെയാണ്. ആ വേദികളിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം അന്ന് ആ മാഷ് പറഞ്ഞ ഒരു വാക്കാണ്. അത് ഞാൻ എന്നും എല്ലാ ദിക്കിലും എല്ലാ സ്ഥലത്തും അവസരം കിട്ടിയാൽ ഞാൻ പറയാറുണ്ട്. ഇതെൻ്റെ നാടല്ല എങ്കിൽ പോലും എൻ്റെ നാട്ടിൽ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ മാഷിനെ അറിയാം. മാഷിപ്പം മരിച്ചു. പക്ഷേ
ഞാൻ മാഷിനെ ഇപ്പോഴും ഓർക്കുന്നു. ഏതോ വാർമുകിൽ എന്ന ഗാനവും വിനീത് ആലപിച്ചു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും നെഞ്ചില്ലേതോർമകളായി കിനാവിൻ മുത്തേ നീ വന്നു, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുന്നു, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുന്നു, മാഞ്ഞു പോയൊരു പൂക്കാലം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും നിൻ ജന്മപുണ്യം പോൽ. മാനേജർ വി യു ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മാനേജർ അറിയിച്ചു. നമ്മൾ ആദ്യം തന്നെ ഒരു ചിത്രരചന മത്സരം ആദ്യം നടത്തി സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചത് ആരും തന്നെ വലിയ കാര്യമായിട്ട് എടുക്കില്ല എന്നാണെങ്കിലും നമ്മൾ നോട്ടീസ് കൊടുത്ത് പോന്നപ്പോൾ ആരും തന്നെ ഇൻഫർമേഷൻ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണുള്ള തരംഗം. ഫേസ്ബുക്കിൽ ഇട്ടതോടുകൂടി ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് വിളിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത്ര വേഗം നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടി വളരെ ഗംഭീരമായി വിചാരിച്ചതിലും ഭംഗിയായി നടത്തുവാൻ സാധിച്ചു. അതിന് രാജേന്ദ്ര സാറിന് പ്രത്യേകം നന്ദി ഈ യോഗത്തിലും അറിയിക്കുകയാണ്. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള വേദികൾ അനിവാര്യമാണെന്ന് ചിത്രകലാ അധ്യാപകൻ പി രാജേന്ദ്രൻ കർത്ത പറഞ്ഞു. നമ്മൾ വളരെ നന്നായിട്ട് ഒരു എക്സിബിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് വ്യക്തിപരമായിട്ട് വിളിച്ചു പറഞ്ഞു, സാർ ഇതൊന്നും കാണാൻ പറ്റണില്ലല്ലോ. അത് മനഃപൂർവ്വം കരുതിയല്ല, തീർച്ചയായിട്ടും ഇനിയൊരു എക്സിബിഷൻ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എങ്കിലും നിങ്ങൾക്ക് കാണാൻ മാക്സിമം നിങ്ങളുടെ തന്നെ കുട്ടികളുടെയാണ്, അത് കണ്ടിട്ട് പോകണം. കാരണം ഇത്ര നന്നായിട്ട് നമുക്ക് ചെയ്തത്. വേറെ അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കലയിൽ കല എന്ന് പറഞ്ഞ അടയാളമാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും ഈ മന്നം വിദ്യാഭവനിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ സാധിച്ച തീർച്ചയായിട്ടും ദേവദാസ് സാറ്, അതുപോലെ PTA പ്രസിഡന്റ് നിഷ രജീഷ്, അതുപോലെ വിജിറ്റ് ടീച്ചർ, ഇവിടുത്തെ ടീച്ചർമാരെല്ലാവരും എൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റോളാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ ചോദിച്ചത് എങ്ങനെ വരച്ച്, ഞാൻ ജസ്റ്റ് അവർക്ക് ഡോട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കുട്ടികളുടെ തന്നെ ഏറ്റവും മനോഹരമായ കഴിവാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർ ലക്ഷ്മി റിജി, PTA പ്രസിഡന്റ് നിഷ രജീഷ്, കരയോഗം സെക്രട്ടറി C വേണുഗോപാൽ, മാനേജിംഗ് കമ്മിറ്റി അംഗം സദാനന്ദൻ NK, PTA വൈസ് പ്രസിഡന്റ് ധന്യ ബിനീഷ്, സ്കൂൾ ലീഡർ ശിവകാർത്തിക് S നായർ എന്നിവർ ആശംസകൾ നേർന്നു. ഈ ഒരു 44 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. ഈ ഒരു 44 വർഷം ഈ ഒരു സ്ഥാപനം, ഈ ഒരു സരസ്വതി വിദ്യാലയം വളരെ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിനന്ദനാർഹമാണ്. അതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ പുതിയ ആശയങ്ങൾ, പുതിയ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മുടെ ഓരോ തവണയും വളർച്ചയ്ക്ക്, നമ്മുടെ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടും വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു ചിത്ര പ്രദർശനം. നമ്മുടെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും വരച്ച ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ ഡ്രോയിങ് സാർ രാജേന്ദ്രൻ സാറാണ്. സാർ ഈ ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പിന്നിൽ നിങ്ങൾക്കറിയാം, ആ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന ആ ഒരു മനോഹാരിതയ്ക്ക് പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. നമ്മുടെ ഡ്രോയിങ് സാറിൻ്റെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ അധ്യാപകരുടെ, അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പാരൻസിൻ്റെ, സ്റ്റാഫുകളുടെ എല്ലാവരുടെയും, പിന്നെ ഇത് ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരുടെയും ഒരു പ്രയത്നവും കൊണ്ടാണ് ഇത്ര മനോഹരമാക്കിയത്. പിന്നെ പല പാരൻസും പറയുന്നത് കേട്ടു, ഇത് എൻ്റെ കുട്ടി വരച്ച ചിത്രം തന്നെയാണോ
വളരെ നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ, എനിക്ക് അത്ഭുതം തോന്നുന്നു, എൻ്റെ മോനാണ് ഇത് വരച്ചത് എന്നൊക്കെ പല ടോക്കും ഇവിടെ കേട്ടു. അപ്പം നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ അധ്യാപകർ അത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് കൂടി ഒരു വേദിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിറം 2K26 എന്ന പേരിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉപജില്ലാ കലോത്സവത്തിൽ വിജയിച്ച കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി. PTA വൈസ് പ്രസിഡന്റ് അബിൻ ഗോപിനാഥ് നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.